ഹായ് കൂട്ടുകാരെ, ഡേ ആൻഡ് ഡേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുക്കിങ്ങുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെ മീൻ അച്ചാറിടാം, വർഷങ്ങളോളം മാസങ്ങളോളം ഒക്കെ കേടുവരാതിരിക്കാൻ എങ്ങനെ മീൻ നമുക്ക് അച്ചാറിട്ട് സൂക്ഷിക്കാം, അല്ല വിദേശങ്ങളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ അച്ചാറിട്ട് കൊടുത്തു വിടാം. ഇതിനാവശ്യമായ സാധാരണ മുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, ഉലുവ, കടുക്, സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ വിനീഗർ വേണം. വിനീഗർ, നല്ലെണ്ണ. ഇനി നമുക്ക് ഉപ്പും മുളകും തിരുമ്മി വെച്ച മീനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു വരാം. നന്നായി വറുത്ത് കോരിയ മീൻ ഇതുപോലെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചുമന്ന് വറുത്ത് കോരിയെടുക്കണം, നന്നായി മൂക്കണം. വറുത്ത് കോരിയ ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ കടുകിട്ട് അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉലുവയുടെ ഫ്ലേവർ കൂടിയാലും കുഴപ്പമില്ല, കാരണം മീനച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റിയാണ്. ഉലുവ ആവശ്യത്തിനിട്ടു. ഉലുവയും കടുകും നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ പേസ്റ്റിനെയും കൂടെ ഇട്ട് കൊടുക്കണം. ഉലുവയും കടുകും ഒക്കെ നന്നായി പൊട്ടി വന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുന്നു. അത് നന്നായി മൂത്ത് വരണം. അതും നന്നായി ചുമക്കെ മൂപ്പിച്ചെടുക്കണം, കാരണം പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾ അച്ചാറിടുമ്പോൾ അച്ചാർ പൂത്തു പോകുന്നു, കേടുവരുന്നു. നിങ്ങളിങ്ങനെ വെള്ളം ചേർക്കാതെ ഇതുപോലെ അച്ചാറിട്ട് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട, നമുക്ക് കേടുവരാതിരിക്കും. കണ്ടോ, ഇഞ്ചിയൊക്കെ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിൽ നമ്മൾ ചുമപ്പിച്ചെടുക്കണം. ഈ ചുമന്ന് വന്ന ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി നന്നായി കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന 2 മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, അതേ അളവിൽ തന്നെ നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ഇടുന്നു. കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 2 മുളക് പൊടി സമാസമം എടുത്തു. ഇനി നമ്മൾ ആ മുളക് പൊടിയെ മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർത്താൽ മതി. ഇതുപോലെ മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളിനി വിനീഗറാണ് ചേർത്ത് കൊടുക്കുക. വിനീഗർ ചേർത്ത് കൊടുക്കുന്നു. വിനീഗർ ചേർത്ത് നന്നായി അതൊന്ന് തിളയ്ക്കേണ്ടതുണ്ട്. നന്നായി തിളയ്ക്കണം, കാരണം ഈ വിനീഗറിനൊരു കുത്തലുണ്ട്. നമ്മൾ നേരിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞ് ആഡ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ അരപ്പിലേക്ക് ഒഴിച്ച് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കുത്തൽ നമുക്ക് മാറിക്കിട്ടും. പിന്നെ അതൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി, എണ്ണയൊക്കെ തെളിയുന്ന ഭാഗം ആകുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. നമ്മുടെ മീനച്ചാർ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു റെഡിയായി. ഇനി നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും പുളിയും ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. താങ്ക് യു.